ഇനി നമ്മൾ വയനാട്ടിലേക്കൊന്ന് പോകുന്നു. വയനാട് തിരുനെല്ലിയിൽ വിദേശ വനിതയെ സ്വകാര്യ റിസോർട്ട് ജീവനക്കാരൻ പീഡിപ്പിച്ചതായി പരാതി. നെതർലൻഡ് സ്വദേശിയായ യുവതിക്ക് നേരെയാണ് തിരുനെല്ലി ക്ലോവ് റിസോർട്ടിലെ ജീവനക്കാരൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തത്. ADGPക്ക് യുവതി ഇമെയിലായി പരാതി നൽകിയ ഒരാഴ്ചയായെങ്കിലും പ്രതിയെ ഇതുവരെ പിടികൂടാൻ പോലീസിനായില്ല. വയനാട് സന്ദർശിക്കാനായി എത്തിയ നെതർലൻഡ് സ്വദേശിയായ 25 വയസ്സുകാരിക്ക് നേരെ തിരുനെല്ലി ക്ലോവ് റിസോർട്ടിലെ ജീവനക്കാരൻ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. തിരുമൽ ചികിത്സയ്ക്കിടെ ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെടുകയും ലൈംഗികാതിക്രമം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു. വിദേശ വനിതയ്ക്ക് പീഡനമേറ്റ വിവരം ഉന്നത ഉദ്യോഗസ്ഥന് പരാതി നൽകി ഒരാഴ്ചയായിട്ടും പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്നും ആരോപണമുയരുന്നു. ഈ FIR പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഒരു 6 മാസത്തിലധികമായി ഈ സംഭവം നടന്നിട്ട്, പക്ഷെ ഇതുവരെ പരാതി കൊടുത്തിട്ടും ഒരാഴ്ച കഴിയാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇത് വളരെയധികം വീഴ്ച ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസം ആദ്യമാണ് ഓൺലൈൻ ബുക്കിംഗ് വഴി തിരുനെല്ലിയിലെ ക്ലോവ് റിസോർട്ടിൽ യുവതി എത്തിയത്. ലൈംഗികാതിക്രമത്തിനെതിരെ ഇന്ത്യയിൽ പരാതി നൽകേണ്ടത് എങ്ങനെയാണെന്ന വിദേശ വനിതയ്ക്ക് അറിയില്ലായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ 14-ാം തീയതി യുവതി ADGPക്ക് ഇമെയിലിലൂടെ പരാതി നൽകിയത്. പ്രതിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ശരിക്കും ടൂറിസം മേഖലയിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ള നീക്കങ്ങളാണിത്. കോവളത്ത് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ആ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന് അവസാനിച്ചു. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ക്ലോവ് റിസോർട്ടിലെ ജീവനക്കാരൻ പീഡിപ്പിച്ചുവെന്നാണ് നെതർലൻഡ്സിലെ ഈ വനിതയുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. ആ പരാതി DGPക്ക് മെയിലായിട്ട് കൊടുത്തു. പക്ഷേ പോലീസ് അതിൽ എന്താണ് ഒരു ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്താത്തത്? എന്താണ് പോലീസ് അതിനകത്ത് ഇടപെടാത്തത്? ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ ഡിസംബർ മാസം ആണ്, അതായത് 6 മാസങ്ങൾക്ക് 7 മാസത്തോളമായി, അന്നാണ് ഈ നെതർലൻഡ് സ്വദേശിയായ യുവതി വയനാട് തിരുനെല്ലിയിലെ ക്ലോവ് റിസോർട്ടിൽ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ താമസത്തിനായി എത്തുന്നത്. അന്നാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഇവർക്ക് നേരെ ഉണ്ടായത്. ഇതിനെ തുടർന്ന് അന്ന് ഈ യുവതി, നെതർലൻഡ് സ്വദേശിയായ യുവതിക്ക് ഇന്ത്യയിൽ പരാതി നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. തുടർന്നാണ് അവർ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ADGPക്ക് പരാതി ഇമെയിലിലൂടെ അയച്ചത്. ഈ കഴിഞ്ഞ 14-ാം തീയതിയാണ് ADGP ഇത് സംബന്ധിച്ച് ADGPക്ക് ഇമെയിലിലൂടെ പരാതി ലഭിക്കുന്നത്. തുടർന്നാണ് ADGPയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ തിരുനെല്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുനെല്ലി പോലീസ് ഈ ക്ലോവ് റിസോർട്ടിലെ ജീവനക്കാരനെതിരെ കേസെടുത്തിട്ടുള്ള FIR റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 354 വകുപ്പ് A പ്രകാരം 354 വകുപ്പിന്റെ ഉപവകുപ്പുകൾ പ്രകാരം 10 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാനായിട്ടില്ല. കഴിഞ്ഞ 14-ാം തീയതിയാണ് ഈ ADGPക്ക് പരാതി ലഭിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയോളമാകുന്നു. പക്ഷേ ഇപ്പോഴും ഈ പ്രതി ഇപ്പോഴും കാണാമറയത്താണ്. പോലീസിനെ ഈ പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ റിസോർട്ടിന്റെ കാര്യങ്ങൾ, അതായത് കൃത്യമായി റിസോർട്ടിൽ CCTV നിരീക്ഷണ ക്യാമറകളുണ്ട്. അതോടൊപ്പം കൃത്യമായി വരുന്ന ഗസ്റ്റുകളും അതോടൊപ്പം ആരൊക്കെയാണ്, ഏതൊക്കെ ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ള രജിസ്റ്റർ വരെ സൂക്ഷിക്കുന്നുണ്ട്. ഈ ക്ലോവ് റിസോർട്ടിലെ പീഡന വിവരത്തിൽ പോലീസ് മെല്ലെ പോകുന്നത്? അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. കാരണം ADGPക്ക് ഉന്നത ഉദ്യോഗസ്ഥന് ഈ സ്ത്രീ പരാതി നൽകിയതിനു ശേഷം ഒരു ആഴ്ചയോളമായി, എന്നിട്ടും പോലീസ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉന്നത സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് സംശയിക്കേണ്ടി വരും. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസിൽ പല ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞത് പ്രതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും വലിയ ഒരു ദുരനുഭവമാണ്. വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് തന്നെ വളർച്ചയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് നെതർലൻഡുകാരിയായ ഒരു യുവതിക്ക് നേരെ ഒരു ജീവനക്കാരന്റെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമം ഉണ്ടാകുക, എന്നിട്ട് അവർ പരാതി നൽകിയിട്ട് അതിൽ പ്രതിയെ പിടികൂടാതിരിക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ ഒരു അനാസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ പോലീസ് പിടികൂടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള പ്രതികളെ ഇത്തരം ടൂറിസം മേഖലകളിൽ പീഡിപ്പിച്ചയാൾ, ഈ ആരോപിതനായ ആൾ ഇപ്പോൾ ഈ സ്ഥലത്തെ ക്ലോവ് റിസോർട്ടിൽ ഉണ്ടോ, അതോ അയാൾ ഒളിവിലാണോ?
അരുൺകുമാർ, ഈ റിസോർട്ടിലെ മസാജ് ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം, ഈ പ്രതി എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അന്ന്, അതായത് ഡിസംബർ 1 തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഡിസംബർ 1 തീയതി വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഈ റിസോർട്ടിൽ തിരുമൽ ചികിത്സയ്ക്കിടെ ഈ ജീവനക്കാരൻ യുവതിയോട് വളരെ മോശമായും ലൈംഗിക അതിക്രമം നടത്തിയും എന്നുള്ള രീതിയിൽ പരാതി വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും. ഇതനുസരിച്ചാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് ഈ റിസോർട്ടിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ആരൊക്കെയാണ്, ഇതിന് പിന്നിലുണ്ടായിരുന്ന ഈ വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ജീവനക്കാരൻ ആരാണെന്നുള്ള കാര്യം പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പ്രാഥമിക വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ റിസോർട്ടിന്റെ ജീവനക്കാരും അതോടൊപ്പം ഇതിന്റെ ഉടമസ്ഥർക്കും ഇതിൽ ഉന്നത സ്വാധീനമുള്ളത് കൊണ്ടാണ് പോലീസിന്റെ മെല്ലപ്പോക്ക് നയമെന്നും ഉള്ള കാര്യത്തിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് ഒരു പോലീസിന്റെ പ്രതീക്ഷ. പക്ഷേ ഇത്തരത്തിലുള്ള ഉന്നത സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലാകും ഈ പ്രതിയെ ഉടൻ പിടികൂടുമോ എന്നുള്ള കാര്യം കണ്ടറിയാൻ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ദീപക്. ദീപക്, അവിടെ നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ വയനാട്ടിൽ? ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മൾ ലൈവ് ആരംഭിച്ച അല്പം മുൻപാണ് മഴ തുടങ്ങിയത്. ഓക്കെ, താങ്ക് യു ദീപക്. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട് ഒരു ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വലിയ നിക്ഷേപത്തിന് ഒരുങ്ങുന്നവരുണ്ട്. മാത്രമല്ല, വയനാട് പോലുള്ള ഒരു മേഖല കൂടുതൽ ടൂറിസം സൗഹൃദമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ചങ്ങാതി പോയി വേണ്ടാത്ത പണി കാണിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് അതിൽ ഇടപെടണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇടപെടുക എന്ന്, അതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിദേശ വനിതയ്ക്ക് നീതി കൊടുക്കുകയും വേണം. അതിനായി അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിലുള്ള പ്രശ്നം ഇനിയും ഇത്തരത്തിലുള്ള കേസുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും ടൂറിസം സെന്ററിന്റെ പരിസരത്തേക്കും അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ് വയനാട്, ഇടുക്കിയിലെല്ലാം. പേരുകളായാലും ഒരുത്തൻ മതിയല്ലോ അല്ലേ?